കോൺട്രാക്ട് മാരേജ് ഭാഗം 87. ദിവസങ്ങൾ പിന്നെയും വേഗത്തിൽ ഓടി മറഞ്ഞു. അല്ലെങ്കിലും അതങ്ങനെയാണല്ലോ. ഉണരുന്നതും ഉറങ്ങുന്നതും വീണ്ടും നേരം വെളുക്കുന്നതുമൊക്കെ കണ്ണടച്ച് തുറങ്ങുന്നതിനേക്കാൾ വേഗത്തിലാകുമ്പോൾ കലണ്ടറിലെ അക്കങ്ങൾ മാറുന്നത് അറിയില്ല. ദിവസങ്ങൾ അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുന്നതും ആരും അറിയാതെ പോകുന്നു. ഈ കടന്നു പോകുന്ന നിമിഷങ്ങളെല്ലാം തന്നെ പിന്നീട് ഓർക്കാനുള്ള ദിവസങ്ങളാകുമെന്ന് ഓർമ്മയിലുണ്ടെങ്കിലും എല്ലാം ഒരു ഒഴുക്കിന് അങ്ങ് നീങ്ങുകയാണ്. നേരത്തെ തീരുമാനിച്ചു വച്ചിരിക്കുന്ന മീറ്റിങ്ങുകളും മാറ്റമില്ലാത്ത കാര്യങ്ങളുമൊക്കെയായി ശിവൻ്റെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ആണ് ഭദ്ര അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും അതുവരെയുണ്ടായിരുന്ന അവൻ്റെ ജീവിതം മൊത്തത്തിൽ മാറുന്നതും. ശിവൻ പോലും അറിയാതെ അവൻ്റെ ജീവിതം മാറിയെന്ന് പറയാം. നേരത്തെ പ്ലാൻ ചെയ്തു വെച്ചതുപോലെ ആയിരുന്നില്ല അവൻ്റെ ജീവിതം ഇപ്പോൾ ഓടുന്നത്. എല്ലാത്തിനും ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ആ മാറ്റത്തിനൊക്കെ കാരണം ഭദ്ര എന്നൊരാളാണ്. അവളുമൊത്തുള്ള ജീവിതം എത്രത്തോളം മനോഹരമാക്കാമോ അത്രയും മനോഹരമായി ഓരോ ദിവസവും ജീവിച്ചു തീർക്കാൻ അവൻ ആഗ്രഹിച്ചു തന്നെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അവനിപ്പോൾ അറിയാം ഭദ്രയോടുള്ള തൻ്റെ സ്നേഹം, അതിൻ്റെ ആഴം, എത്രത്തോളം താൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന്, അവളോടൊപ്പം താൻ എത്ര സന്തോഷത്തോടെയാണ് കഴിഞ്ഞു പോകുന്നതെന്ന്. ബാഗ് പാക്ക് ചെയ്തു വെച്ചിരിക്കുന്നത് ഒന്നുകൂടി എടുത്തു നോക്കിയവൾ. ഒരു യാത്ര പോകാനുള്ള അവസാനവട്ട ഒരുക്കവും പൂർത്തിയായി കഴിഞ്ഞിരുന്നു. എന്താ നോക്കുന്നേ? അതെല്ലാം എടുത്തു വച്ചതല്ലേ? പിന്നെയും. അവളെ പിന്നിലൂടെ പുണർന്നുകൊണ്ട് അവൻ അവളുടെ തോളിൽ തല വെച്ചു. എല്ലാം എടുത്തു വെച്ചെങ്കിലും എന്തൊക്കെയോ മറന്നതുപോലെ. ചിലപ്പോൾ എൻ്റെ തോന്നലാവും. എല്ലാം ഒതുക്കി വെച്ചതല്ലേ? കാണുമെല്ലാം. അവൾ പറഞ്ഞതും അവൻ മെല്ലെ ചിരിച്ചു. നീ വെറുതെ ടെൻഷൻ ആവണ്ട. എന്തെങ്കിലും മറന്നാലും നമുക്കത് വാങ്ങാമല്ലോ പോകുന്ന വഴി. അവിടെ ചെന്നിട്ട് വാങ്ങുന്നതൊക്കെ പാടല്ലേ? വേറെ ഒരു നാടും കൂടിയല്ലേ? അവിടുത്തെ സാഹചര്യങ്ങൾ എന്താണെന്ന് പറയാൻ കഴിയില്ലല്ലോ. അതിനെന്തിനാ നീ എന്തിനാ പേടിക്കുന്നേ? നമ്മൾ കാറിനല്ലേ പോകുന്നത്. അവിടമൊക്കെ എനിക്ക് നേരത്തെ തൊട്ട് അറിയാവുന്നതല്ലേ. അതുകൊണ്ട് ഒരു പാടുമില്ല അവിടെ ചെന്നാൽ. ആണേൽ സാരമില്ല. എന്തെങ്കിലും മറന്നാലും വാങ്ങിക്കാമല്ലോ. എനിക്ക് അവിടുത്തെ പറ്റി വലിയ ധാരണയൊന്നുമില്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ചോദിച്ചത്. ചിലപ്പോൾ എടുത്തു വെച്ചതെല്ലാം ബാഗിലുണ്ടാകും. എൻ്റെ വെറും തോന്നലാവും. എല്ലാം കഴിഞ്ഞില്ലേ? ഇനി ഇറങ്ങാം നമുക്ക്. ഇപ്പോൾ തിരിച്ചാൽ രാവിലെ 6 മണിയാകുമ്പോൾ നമ്മൾ പളനിയിലെത്തും. ഇവിടുന്ന് കൊടൈക്കനാൽ. പതുക്കെ പോയാൽ മതി. ധൃതി വേണ്ട. നമുക്ക് സമയമുണ്ടല്ലോ. ഭദ്രയ്ക്ക് ഇറങ്ങാൻ നേരം ചെറിയ പേടിയുണ്ട്. അമ്മയെ നഷ്ടപ്പെട്ടതിൽ പിന്നെ ഇങ്ങനെയൊക്കെയാണ്. എവിടേക്കെങ്കിലും ഇറങ്ങുമ്പോഴും ഒരു 100 വട്ടം പ്രാർത്ഥിച്ചിട്ടേ അവൾ ഇറങ്ങാറുള്ളൂ. അവളെയും കുറ്റം പറയാൻ പറ്റില്ല. ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും ഒറ്റപ്പെട്ടു പോയവളല്ലേ. അവൾക്ക് എന്തിനും പേടി കാണുമല്ലോ. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ഇനിയും ഒറ്റപ്പെട്ടു പോകുമെന്നുള്ള പേടി അവൾക്കുണ്ട്. നീ പേടിക്കണ്ട. ഞാൻ സൂക്ഷിച്ചേ ഓടിക്കൂ. ഇടയ്ക്ക് നിർത്തിപ്പോകാം. നീ പറഞ്ഞതുപോലെ 6 അല്ല 7 ആയാലും നമുക്കെന്താ? സമയം കിടക്കുമല്ലേ. നമ്മുടെ സ്വന്തം വണ്ടിയും. പിന്നെന്താ? അവസാനഘട്ട മിനുക്കുപണികളൊക്കെ കഴിഞ്ഞ് അവളെയും കൂട്ടി താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അമ്മയും അച്ഛനുമൊക്കെ കിടന്നിരുന്നു. ആരോടും പറയാതെ ഒരു ഒളിച്ചോട്ടം പോലെയാണ് രണ്ടുപേരുടെയും ട്രിപ്പ്. പതുക്കെ പെണ്ണെ, എണീറ്റ് വരും അവരൊക്കെ. ഇപ്പോൾ കിടന്നതുകൊണ്ട് എന്തായാലും ഇപ്പോൾ എണീറ്റ് വരില്ല. ആ പ്രതീക്ഷയിലാണ് ഇറങ്ങുന്നത്. ഞാനത് മറന്നുപോയി. നമ്മൾ ആരോടും പറയാതെയല്ലേ പോകുന്നത്. നോക്കിക്കോ, മിക്കവാറും പിണക്കമാകും അച്ഛനും അമ്മയ്ക്കും. ആ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. പറഞ്ഞിട്ട് പോകുന്നതിനേക്കാൾ നല്ലത് പറയാതെ പോകുന്നതാണ്. നീ വെറുതെ ഇനി അതിനാലോചിച്ച് ടെൻഷനാവണ്ട. രാവിലെ എണീക്കുമ്പോൾ തന്നെ ഫോൺ വരും, നോക്കിക്കോ. അവൾക്ക് പറയാതെ പോകുന്നതിൽ അത്ര താല്പര്യമില്ലെങ്കിലും ശിവൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവൾ ഇതിന് കൂട്ടു നിൽക്കുന്നത് അവൻ്റെ കൂടെ. തമാശയ്ക്കാണെങ്കിൽ പോലും ശിവൻ്റെ വീട്ടുകാരോട് അങ്ങനെ ഒരു ചെറിയ കള്ളം പറയാൻ അവളുടെ മനസ്സനുവദിച്ചില്ല. പതിയെ ഇറങ്ങി വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയതും ഒരു നിമിഷം കൂടി തിരികെ വീട്ടിലേക്ക് നോക്കിയവൾ അച്ഛനെയും അമ്മയെയും കൂടി കൂട്ടേണ്ടതായിരുന്നു. പാവം. അതല്ലാതെ പോകുമ്പോൾ അല്ലേ? ഇതിപ്പോൾ ഹണിമൂണല്ലേ നമ്മൾ പോകുന്നത്. അതിന് അവരെയും കൂട്ടി പോകാൻ കഴിയുമോ? വന്ന് അവരെ കാണാതിരിക്കാൻ പറ്റാതായല്ലോ നിനക്ക്. അതുപോലെ സ്നേഹമായല്ലേ അവരോട്? കാറിലേക്ക് കയറിയിരുന്ന കൂട്ടത്തിൽ ശിവൻ ചോദിച്ചതും ഭദ്ര ചിരിയോടെ തലയാട്ടി. അവനും ആഗ്രഹിച്ചത് ഇതൊക്കെ തന്നെയായിരുന്നു. അവൾ പൂർണ്ണമായും തൻ്റെ വീടും വീട്ടുകാരുമായി യോജിക്കുക, അവരോടൊപ്പം സ്നേഹത്തോടെ എന്നും കഴിയുക, തിരിച്ച് അവരും അവളുമായി തന്നേക്കാൾ അടുപ്പത്തോടെയും സ്നേഹത്തോടെയും കഴിഞ്ഞു പോവുക. ഇതൊക്കെ തന്നെയായിരുന്നു അവൻ്റെ മനസ്സിലും. അവരുടെ കാറ് പുറത്തേക്ക് പോയപ്പോൾ തന്നെ ശിവൻ്റെ വീട്ടിലെ റൂമിലെ അണഞ്ഞ ലൈറ്റുകളെല്ലാം ഓണായി. ശിവനൊക്കെ പുറത്തേക്ക് പോയെന്ന് തോന്നുന്നു. ചന്ദ്രിക ബെഡിലേക്ക് എണീറ്റിരുന്നുകൊണ്ട് ക്ലോക്കിലെ സമയം നോക്കിയതും 1 മണി കഴിഞ്ഞിരുന്നു. ഈ നേരത്ത് പിള്ളേരിത്? നീ ചുമ്മാ ടെൻഷൻ ആവണ്ട. അവരെവിടെയെങ്കിലും കറങ്ങാൻ പോയതാകും.
ഇതൊക്കെ അവരുടെ പ്രായത്തിൽ ഉള്ളതല്ലേ, നീ എന്തിനാ വെറുതെ? രണ്ടും കൂടി ഇങ്ങോട്ട് വരട്ടെ, പറയാതെ പോയതിന് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ടിനും. അവൻ പിന്നെ പോട്ടെ, പണ്ടേ അങ്ങനെയാണ്. പക്ഷെ മോള്, അത് പറയുമ്പോൾ അവർക്ക് അവളോടുള്ള സ്നേഹം നുരഞ്ഞു പോത്തി. ചന്ദ്രികയ്ക്ക് അവൾ മരുമകളല്ല, മകൾ തന്നെയാണ്. നീ കിടക്ക് ചന്ദ്രികയെ, രാവിലെ അവനെ വിളിക്കാം. അവർ ചിലപ്പോൾ ഹണിമൂൺ പോയതാകും, നമുക്ക് കൂടി പോയാലോ? ആഹാ, കൊള്ളാലോ. വയസ്സാം കാലത്ത് കിളവൻ്റെ ഓരോ ഇളക്കം. കിളവനോ? ആര്, ഞാനോ? നിനക്കെങ്ങനെ എന്നെ കണ്ടിട്ട് അങ്ങനെ പറയാൻ തോന്നുന്നു? ഇപ്പോഴും വീണയിൽ അവരുടെ ചെവിയോടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അയാൾ പറഞ്ഞതും അവരുടെ മുഖം ചുമന്നുപോയി. കണ്ടോ കണ്ടോ, നാണം വന്നു. അയാൾ പറഞ്ഞതും ചന്ദ്രിക പെട്ടെന്ന് തിരിഞ്ഞു കിടന്നു. അയാളിൽ നിന്ന് മുഖമൊളിപ്പിക്കാൻ വേണ്ടിയാണ് അവർ പെട്ടെന്ന് തിരിഞ്ഞു കിടന്നത്. അവരെ ചിരിയോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാളും ഉറങ്ങാൻ കിടന്നു. രണ്ടാളും അന്നും ഇന്നും നല്ല സ്നേഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ആർക്കും മാതൃകയാക്കാൻ കഴിയുന്ന കുടുംബം. നാളിതുവരെ രണ്ടാളും തമ്മിൽ പിണങ്ങിയിരിക്കുന്നത് തന്നെ ചുരുക്കമാണ്. ഇനി അഥവാ പിണങ്ങിയാൽ തന്നെ അധികം നീണ്ടുപോകില്ല അവരുടെ പിണക്കം. ശിവന്റെ തോളിൽ തലവെച്ച് കിടന്ന് യാത്ര തുടർന്നപ്പോൾ മണിക്കൂറുകൾ കഴിഞ്ഞു. എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടവൾ. അവനെല്ലാം കേട്ട് മൂളുകയും ഇടയ്ക്ക് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് എവിടെയെങ്കിലും കുറച്ചു നേരം ഇറങ്ങി നിൽക്കാം ശിവേട്ട. ഇരുന്നു മടുത്തു. നടുവിനൊക്കെ വല്ലാത്ത വേദന പോലെ. ഭദ്രയ്ക്ക് ആദ്യമായുള്ള യാത്രയായതുകൊണ്ട് തന്നെ ഈ ഇരിപ്പ് വല്ലാത്ത മടുപ്പുണ്ടാക്കി. അവൻ അങ്ങോട്ട് പറയാനിരുന്ന കാര്യം അവൾ പറഞ്ഞതും അവൻ പെട്ടെന്ന് വണ്ടി ഒരു ചെറിയ തട്ടുകടയ്ക്ക് മുന്നിലേക്ക് നിർത്തി. ഒരു ചായ കുടിക്കാം, നല്ല തണുപ്പുണ്ട്. ആ ഷാളെടുത്ത് കഴുത്തിലൂടെ ചുറ്റിക്കും. എങ്ങാനും പനി പിടിച്ചാൽ പണിയാകും. എനിക്ക് പിന്നെ ഈ സമയത്ത് ഈ യാത്രയൊക്കെ ശീലമാണ്. അവൻ പറഞ്ഞതും അവൾ പെട്ടെന്ന് കാറിലിരിക്കുന്ന ഷോളെടുത്ത് തലവഴി ചുറ്റിയിരുന്നു. എനിക്ക് വെളുപ്പിന് 2-3 മണിക്കുമൊക്കെ പുറത്തു പോയി എനിക്ക് ശീലമാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. നിന്റെ കാര്യം പക്ഷേ അങ്ങനെയല്ലല്ലോ. അവൾ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ തട്ടുകടക്കടുത്തേക്ക് നടന്നു. ഇറങ്ങും മുമ്പേ അവൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല തണുപ്പ് തോന്നി അവൾക്ക്. 1-2 പേരല്ലാതെ മറ്റാരും തന്നെ കടയ്ക്ക് മുന്നിലില്ലായിരുന്നു. 2 കാറ് കുറച്ചടുത്തായി നിർത്തിക്കിടപ്പുണ്ട്. അതിൽ ആരൊക്കെയോ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അവരും എവിടെയോ ടൂർ പോയിട്ടോ മറ്റോ തിരികെ പോകുന്ന വഴിയാണെന്ന് കണ്ടാലറിയും. ശിവൻ അവളുടെ കയ്യിൽ പിടിച്ച് തൻ്റെ അടുത്തേക്ക് തന്നെ നിർത്തിയേക്കുവാണ്. അവൾക്കൊരു സംരക്ഷണം പോലെ. അവനിപ്പോൾ പിന്നെ അങ്ങനെയാണ്. അവളെ ചേർത്ത് പിടിക്കാതെ അവനെ ഒറ്റയ്ക്ക് നടക്കുന്നത് കുറവാണ്. അവളെ അത്രയ്ക്കിഷ്ടമാണ് അവന്. ജീവനാണെന്ന് പറയാതെ തന്നെ അവൾക്കറിയാം. രണ്ടാൾക്കുമുള്ള ചായ പറഞ്ഞിട്ട് അവിടെ കിടന്ന ഒഴിഞ്ഞു ബെഞ്ചിലേക്ക് അവളെ ഇരുത്തി കൂടെ അവനും ഇരുന്നു. ഭദ്ര എല്ലാവരും നോക്കിക്കാണുവാണ്. ഇതൊന്നുമല്ല തണുപ്പ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ആണ് ശരിക്കുമുള്ള തണുപ്പ് തുടങ്ങാൻ പോകുന്നത്. എന്നിട്ട് അവൻ്റെ മുഖത്തെ കുസൃതി കണ്ടതും അവളൊരു നിമിഷം ചുറ്റിനും നോക്കും. വണ്ടാത്തതൊന്നും പറയില്ലേ, ആളുകളുണ്ട്. ശിവേട്ടന് ഒരു നാണവുമില്ല. ഇതിനെന്താ, ഇവിടെയുള്ള ആരും തന്നെ നമ്മളെ അറിയാവുന്നവരല്ല. പിന്നെ എന്താ, ഇനി അഥവാ അറിഞ്ഞാൽ തന്നെ എന്താ? ശിവേട്ടനോട് എന്തേലും പറയാൻ പോയാൽ ചായ കൂടി നടക്കത്തില്ല. അവർക്കടുത്തേക്ക് ചായ കൊണ്ടുവരുന്നത് കണ്ടവൾ ഉടനെ അതിലേക്ക് നോക്കി പറഞ്ഞു. പെട്ടെന്ന് വിഷയം മാറ്റുക എന്നൊരുദ്ദേശം കൂടി അവൾക്കുണ്ടായിരുന്നു. ചൂട് ചായ ഊതി കുടിച്ചുകൊണ്ട് കുറച്ചു നേരത്തിനൊടുവിൽ അവർ തിരികെ കാറിലേക്ക് കയറി യാത്ര തുടങ്ങി. ഇനി കുറച്ചു നേരം കൂടിയുള്ളൂ. നീ കുറച്ചു നേരം ഉറങ്ങിക്കും. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നല്ല ക്ഷീണമാകും. നമുക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ നിന്നോട്. അവളുടെ തല മുന്നത്തെ പോലെ ചേർത്ത് വെച്ചതും അവൾ പതിയെ കണ്ണുകൾ അടച്ച്. അവൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. കണ്ണടച്ച നേരം കൊണ്ട് അവൾ ഉറങ്ങിപ്പോയിരുന്നു. അവിടെ ചെല്ലുമ്പോഴുള്ള കാര്യങ്ങളായിരുന്നു ഉറങ്ങുമ്പോൾ അവളുടെ മനസ്സിലും ഡ്രൈവ് ചെയ്യുമ്പോൾ അവനുള്ളിലും. ഭദ്രേ, കണ്ണു തുറക്ക പെണ്ണെ. ശിവൻ 2-3 തവണ തട്ടി വിളിച്ചതും അവൾ പതിയെ കണ്ണു തുറന്നു. വായും തുറന്നുറങ്ങാതെ ഇങ്ങോട്ട് ഇറങ്ങി വാ പെണ്ണെ. എത്ര നേരമായി ഞാൻ കിടന്ന് വിളിക്കുന്നു. എത്തിയോ നമ്മൾ? അവൾ ചുറ്റിനും നോക്കിക്കൊണ്ട് ഇറങ്ങി വന്നതും അവളുടെ കണ്ണുകൾ വിടർന്നു. മുന്നിലുള്ള കാഴ്ചകൾ കണ്ട്. ആദ്യം കണ്ടത് കുറേ മയിലുകളാണ്. അവയെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. എന്ത് ഭംഗിയാണ് ഇങ്ങനെ നേരിട്ട് കാണാൻ ഇവയെ. അവൾ കുറച്ചു നേരം അവയെ നോക്കി, പിന്നെ അവനെയും. നീ അങ്ങോട്ട് നോക്കിക്കേ, അമ്പലം കണ്ടോ? മറ്റൊരു ദിവസം നമുക്ക് അമ്പലത്തിലേക്ക് പോകാം. നല്ലൊരു ദിവസം നോക്കി നോയമ്പൊക്കെ എടുത്തിട്ട്. ഇന്നിപ്പം നമുക്കിവിടെ നിന്ന് കാണാം. ഇതൊക്കെ ഇവിടെ നിന്നെങ്കിലും കാണാൻ കഴിയുമെന്ന് കരുതിയതല്ല. എല്ലാത്തിനും നന്ദി പറയാനല്ലേ എന്നെക്കൊണ്ട് പറ്റും. അവൻ്റെ നെഞ്ചിലേക്ക് ചാരി നിന്നുകൊണ്ട് അവൾ പറഞ്ഞതും അവനൊന്നും മിണ്ടിയില്ല. ഇനി പോയേക്കാം. ഉറപ്പായും നമുക്ക് വരണം കേട്ടോ. കുഞ്ഞൊക്കെ ആകുമ്പോൾ ഇവിടെ വന്ന് കുഞ്ഞിൻ്റെ മുടിയൊക്കെ എടുക്കണം. കണ്ടില്ലേ? റോഡിലൂടെ പോകുന്ന ഒരു ചേട്ടനെ ചൂണ്ടിയാണ് അവൾ പറഞ്ഞത്. ശിവൻ നോക്കുമ്പോൾ അയാളുടെ കയ്യിൽ ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്. അച്ഛനും മകളുമാണെന്ന് കണ്ടാൽ തന്നെ അറിയാം.
അയാളുടെയും കയ്യിലിരിക്കുന്ന കുഞ്ഞിൻ്റെയും തല മൊട്ടയടിച്ചിട്ടുണ്ട്. ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ എടുത്തു പിടിച്ചിരിക്കുന്ന കുഞ്ഞിലേക്ക് തന്നെയാണെന്ന് കണ്ടതും അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുഞ്ഞിനെ. അധികം വൈകാതെ തന്നെ ഇങ്ങനെ ഒരാളെ എടുത്ത് ഇതുപോലെ ഈശ്വരൻ ഭാഗ്യം തരും. എന്താ ആലോചിക്കുന്നേ? ഇത്രയും നേരം സംസാരിച്ചു കൊണ്ട് നിന്നവൾ പെട്ടെന്നെന്തോ ആലോചനയിൽ മുഴുകി നിൽക്കുന്നത് കണ്ടവൻ ചോദിച്ചതും അവളൊരു ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. വരട്ടെ, എല്ലാത്തിനും നമുക്ക് പരിഹാരമുണ്ടാക്കാം. അവളുടെ മനസ്സിൽ എന്താണെന്നും പറയാതെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് കാറിലേക്ക് കയറി അവനൊപ്പം. കൊടൈക്കനാൽ ചെല്ലുന്നതുവരെ ശിവൻ അവൾക്ക് കാഴ്ചകളും സ്ഥലങ്ങളുമൊക്കെ പറഞ്ഞു കൊടുത്തു. അവൾക്കതെല്ലാം പുതിയ അറിവുകളായിരുന്നു. കുറേ ദൂരം ചുറ്റിവളഞ്ഞ് ഉള്ള യാത്ര അവൾക്ക് ചെറിയ മടുപ്പ് തോന്നിയെങ്കിലും അവനൊപ്പമുള്ള ആദ്യത്തെ യാത്ര അവൾ ഒരുപാട് ആസ്വദിച്ചിരുന്നു.